നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. താനൂർ തീരദേശത്ത് ജനറൽ ആശുപത്രി കൊണ്ടുവരുന്നതിനായി LDF സർക്കാരും മന്ത്രി വി അബ്ദുറഹ്മാനും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും നടത്തുന്നത് കുപ്രചരണങ്ങളാണെന്നും തീരദേശ പ്രദേശങ്ങളുള്ള വഞ്ചന മറച്ചുവെക്കുന്നതിനായി മുസ്ലിം ലീഗ് നടത്തുന്നത് നുണപ്രചരണമാണെന്നും CPIM താനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2014 മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെട്ട ഉത്തരവോടെ ജനറൽ ആശുപത്രി ഇല്ലാതായി. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും ഡോക്ടേഴ്സിനെയും സമ്മതപത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഒരു സൗകര്യവുമില്ലാത്ത തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജാക്കി മാറ്റിയത് UDF ആയിരുന്നു. 40 ലക്ഷത്തിലേറെ ജനങ്ങളുള്ള ജില്ലയിൽ സർക്കാർ മേഖലയിൽ ആവശ്യത്തിനുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ UDF ജനപ്രതിനിധികൾ പരാജയപ്പെട്ടതിൻ്റെ ദുരിതമാണ് നാട് അനുഭവിക്കുന്നതെന്നും CPIM ആരോപിച്ചു. താനൂരിലെ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് CPIM ഒരു പത്രസമ്മേളനം നടത്തി. വളരെ കൃത്യമായി ഞങ്ങൾ അതിൽ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പറഞ്ഞതാണോ ശരി, അതോ താനൂരിലെ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം അതുതന്നെയാണോ എന്നതായിരുന്നു ഞങ്ങൾ ചോദിച്ച ചോദ്യം. താനൂരിൽ ജനറൽ ആശുപത്രി ആവശ്യമില്ല, അങ്ങനെ വേണമെങ്കിൽ അത് തിരൂരിലോ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ആ അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെ താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഉണ്ടോ എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചതിന് ഇന്നലെ പത്രസമ്മേളനം നടത്തി മുസ്ലിം ലീഗ് കമ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. പകരം വി അബ്ദുറഹ്മാനെയും LDF സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ അട്ടാൽ മുളക്കാത്ത നുണ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒന്നവർ പറഞ്ഞത് UDFിൻ്റെ കാലത്ത് താലൂക്ക് ആശുപത്രിയാക്കിയെന്നാണ്. UDFിൻ്റെ കാലത്ത് താലൂക്ക് ആശുപത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ 2021 താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തിയ ഉത്തരവിൻ്റെ പകർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ആശുപത്രി 2 തവണ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തും, അതിൻ്റെ ഉത്തരവാണ്. അതിൽ എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2021 അത് താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തിയെന്ന് മാത്രമല്ല, അതിനാവശ്യമായ കെട്ടിടം പണിയുന്നതിന് 10 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അന്ന് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൻ്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഈ 10 കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തികയാതെ വന്നപ്പോൾ അത് 12.38 കോടി രൂപയാക്കി ഉയർത്തി അതിൻ്റെ കെട്ടിടം പണി അവിടെ പൂർത്തീകരിച്ചു. 2ാം ഘട്ടം 10 കോടി രൂപ വീണ്ടും അനുവദിച്ചു. ആ അനുവദിച്ച് 2022-23 സാമ്പത്തിക വർഷമാണ്. ആ 10 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ 17 കോടി രൂപ കൂടി 2025-26 സാമ്പത്തിക വർഷത്തിലെ 10 കോടി രൂപയും നവകേരള സദസ്സിൻ്റെ ഭാഗമായി അനുവദിച്ച 7 കോടി രൂപയും അങ്ങനെ 17 കോടി രൂപ കൂടി ഉൾപ്പെടുത്തി 40 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനം കൊണ്ട് ആശുപത്രിയാവില്ല, പ്രഖ്യാപിച്ചതിനനുസരിച്ച് കെട്ടിടങ്ങൾ വേണം. ആ കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്ന മുറക്ക് ആവശ്യമായ സ്റ്റാഫ്, ഡോക്ടർമാർ, മറ്റെല്ലാ നഴ്സുമാർ, മറ്റെല്ലാ സംവിധാനങ്ങളും, ബെഡ് എല്ലാം വേണം. അത് കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചാലാണ് വരിക. എന്താ യഥാർത്ഥത്തിൽ സ്ഥിതി? യഥാർത്ഥത്തിൽ അവിടെ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 6 മാസത്തിലധികമായി. അതിലേക്ക് ഈ ആശുപത്രി മാറാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് താനൂർ മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി അത് ചെയ്യണില്ല. അവിടെ ആദ്യത്തെ കെട്ടിടത്തിൻ്റെ മണ്ണ് അവിടുന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് എത്ര മാസമായി? അതിന് പോലും അവിടുത്തെ മുനിസിപ്പാലിറ്റി അംഗീകാരം കൊടുക്കുന്നില്ല. മറ്റൊരു പ്രശ്നം എന്താ? ആശുപത്രി എന്താ ഇല്ലാതായത്? 2014 UDFിൻ്റെ ഭരണകാലത്താണ്. അന്ന് മഞ്ചേരി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയതിൻ്റെ ഭാഗമായി ആ ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും അവിടെ മെഡിക്കൽ കോളേജിലേക്ക്
പിന്നെ ഡെപ്യൂട്ടേഷൻ കൊടുത്ത് ഇറക്കിയ ഉത്തരവാണിത്, 2014 ഉത്തരവ്. ഇത് പ്രകാരം ആ ജനറൽ ആശുപത്രി അന്ന് മുതൽ ഇല്ലാതായി. ജനറൽ ആശുപത്രിയുടെ ബോർഡ് അഴിച്ചു മാറ്റി മെഡിക്കൽ കോളേജിന്റെ ബോർഡ് അവിടെ സ്ഥാപിച്ചു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ തിരൂര് താലൂക്ക് ആശുപത്രിയായിരുന്നു. തിരൂർ താലൂക്ക് ആശുപത്രി അപ്ഗ്രേഡ് ചെയ്ത് ജില്ലാ ആശുപത്രിയാക്കി. അതിനർത്ഥം ഇനി താലൂക്ക് ആശുപത്രി തന്നെ തിരൂര് വർക്ക് ചെയ്യണമെന്നാണോ? അതങ്ങനെ അവിടെ തന്നെ തുടരണമെന്നാണോ? അതിന്റെ ഭാഗമായിട്ടല്ലേ അവിടുന്ന് താലൂക്ക് ആശുപത്രികൾ താനൂരിനെ താലൂക്ക് ആശുപത്രിയാക്കുന്നത്. ജില്ലാ ആശുപത്രിയായി തിരൂർ താലൂക്ക് ആശുപത്രി മാറുമ്പോൾ മറ്റ് ആശുപത്രികളെ താലൂക്ക് ആശുപത്രികളാക്കി മാറ്റും. ഇപ്പോ മഞ്ചേരി ജില്ലാ ആശുപത്രിയായിരുന്നു, അത് ജനറൽ ആശുപത്രി ആക്കിയപ്പോഴാണ് ജില്ലാ ആശുപത്രി തിരൂരിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോ ഇവർ കൃത്യമായി ആളുകളോട് കളവ് പറയുന്നത് എന്താ വെച്ചാൽ മഞ്ചേരിയിലുള്ള ഈ ജനറൽ ആശുപത്രി അവിടെ ഇല്ലാതാക്കുകയാണ്, അത് താനൂരിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയല്ല, ഒരു ജില്ലക്ക് അനുവദിച്ച ജനറൽ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്ത് മെഡിക്കൽ കോളേജ് ആക്കിയപ്പോൾ ആ ജനറൽ ആശുപത്രിയുടെ സൗകര്യം ജില്ലയിൽ മറ്റേതെങ്കിലും നല്ല സ്ഥലത്ത് കിട്ടണ്ടേ? അതിനാവശ്യമായ 40,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തീരദേശ ഹൈവേ ഏറ്റവും സൗകര്യപ്രദമായി കൂട്ടായി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള തീരദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ആശുപത്രിയാണ് നമ്മുടെ താനൂരിലെ ബീച്ച് ആശുപത്രി, ഈ പറയപ്പെടുന്ന താലൂക്ക് ആശുപത്രി. അപ്പൊ അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി അബ്ദുറഹിമാനും അതേപോലെ തന്നെ ഇടതുപക്ഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വി അബ്ദുറഹിമാൻ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഇവിടെ MLA ആണ്, ഇപ്പൊ മന്ത്രിയാണ്. അതുവരെ 60 കൊല്ലക്കാലം ഇവരല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിക്ക് ഒരു 10 ലക്ഷം രൂപ അനുവദിച്ച് ഒരു കെട്ടിടം ഉണ്ടാക്കിയത് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഈ നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് സെന്ററിന്, ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് ഇവിടെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഇവിടെ MP-മാരുണ്ടായിട്ടുണ്ട്, പ്രഗത്ഭന്മാരായ MLA-മാരുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയ കണക്ക് ഇവർക്ക് കാണിക്കാൻ പറ്റുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അക്കമിട്ട് കണക്ക് സഹിതം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ താനൂരിന് മാത്രം 40 കോടി റുപ്യാണ്. 40 കോടി റുപ്യ ഈ താലൂക്ക് ആശുപത്രിന്റെ കെട്ടിടത്തിന്. അതുകൂടാതെ പൊന്മുണ്ടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് 2.14 കോടി, ഒടൂര് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് 2.5 കോടി, ചെറിയമുണ്ടം ആരോഗ്യ കേന്ദ്രത്തിന് 2.5 കോടി, താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 60 ലക്ഷം രൂപ ആദ്യം കൊടുത്തു, പിന്നീട് 50 ലക്ഷം രൂപ കൊടുത്തു. താനാളൂരിൽ ഡയാലിസിസ് കേന്ദ്രം 70 ലക്ഷം രൂപ, താനൂർ CHC ഡയാലിസിസ് കേന്ദ്രം ഇതേ പറഞ്ഞ ആശുപത്രിയിൽ 2.5 കോടി രൂപയുടെ കെട്ടിടമുണ്ട്. താനൂർ CHC ഐസൊലേഷൻ വാർഡ് 1.25 കോടിന്റെ ഉണ്ട്. അർബൻ PH താനൂർ അർബൻ PHക്ക് 70 ലക്ഷം രൂപ ഉണ്ട്. മണ്ഡലത്തിലെ മറ്റ് ചെറിയ ഹെൽത്ത് സെന്ററുകൾ, PHകൾ ഇവക്കൊക്കെ കൂടി 2.5 കോടി രൂപ ഈ 9 വർഷക്കാലത്തിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. താനൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ ലീഗ് നാട്ടുകാരെ വഞ്ചിക്കുകയാണ്. തീരദേശപാതയ്ക്കരികിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ജനറൽ ആശുപത്രി താനൂരിൽ വരുന്നതിനെ എതിർക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തെ വെള്ളപൂശാൻ വേണ്ടി മണ്ഡലം നേതാക്കൾ പ്രചരിപ്പിക്കുന്ന പെരുന്നുണകൾ അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ, കമ്മിറ്റി അംഗങ്ങളായ M. അനിൽകുമാർ, ബാലകൃഷ്ണൻ ചുള്ളിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.